നമ്മളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ തന്നെ അറിയലാണല്ലേ. ഇപ്പോൾ പേടി എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ഫീൽ ആയിരിക്കില്ല മറ്റൊരാൾക്ക് തോന്നുന്നത്. അതായത് ഓരോ ഫീലിങ്സും ഓരോ വ്യക്തികൾക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ? ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആണ്. അതിനാദ്യം ഒരു ഷീറ്റ് പേപ്പർ എടുക്കാം, അതിലൊരു സർക്കിൾ വരയ്ക്കാം. ഡിജിറ്റലി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സർക്കിളിനെ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ കമ്പാർട്ട്മെൻറ്റ്സിനും ഓരോ ഫീലിങ്സിൻ്റെ അല്ലെങ്കിൽ ഇമോഷൻസിൻ്റെ നെയിം കൊടുക്കും. എന്നിട്ട് അത് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഫില്ല് ചെയ്യും. അതിന് ആദ്യം നമ്മൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഹാപ്പിനെസ്, സാഡ്നെസ്, മാഡ്നെസ്, സ്ട്രോങ്, ഗ്രേറ്റ്ഫുൾ, പിന്നെന്താ, അങ്ങനെ കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്. ഓരോ കമ്പാർട്ട്മെൻറ്റ്സിനും ഓരോ നെയിം കൊടുക്കാം. ശേഷം ഇനി ഫില്ല് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കാം എന്ന് പറയുമ്പോൾ ഞാനതിനെ ബ്ലൂ സ്കെച്ച് പെൻസ് വെച്ചിട്ട് വേവ്സ് മാതിരിയാണ് വരയ്ക്കുന്നത്. കാരണം ശാന്തമായി ഒഴുകുന്ന വേവ്സ് മാതിരിയാണ് കാം എന്ന് തോന്നുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ഫീല്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും കളർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കളർ ഫില്ല് ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഫില്ല് ചെയ്യാം. ഒരു റൂൾസുമില്ല. സ്കെച്ച് പെൻസോ പെൻസിൽസോ കളർ പെൻസിൽസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കൊളാഷ് ചെയ്യില്ലായിരുന്നോ, പേപ്പർ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചില ഫീലിങ്സ് നമുക്ക് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്കെൻ്റെ പേരറിയില്ല, അങ്ങനെ തോന്നില്ലേ? അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേരെഴുതണ്ട, ജസ്റ്റ് ആ കമ്പാർട്ട്മെൻറ്റ് ഒഴിച്ചെടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് ഫില്ല് ചെയ്യുക, പേര് എഴുതണ്ട. ഇനിയും ചില ആളുകൾ നേരിടുന്ന പ്രശ്നം, എനിക്ക് ആ ഫീൽ ഉണ്ട് പക്ഷെ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ അറിയുന്നില്ല. വെയിറ്റ് ചെയ്യുക. ഒരു 2 വീക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ഫീലിങ്സ്, ഓരോ ഫീലിങ്സ് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അത് നിങ്ങളിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായി ഒബ്സർവ് ചെയ്യുക. ദെൻ എഗെയിൻ നമ്മുടെ ഈ ഫീൽ ഒന്നും കൂടി എടുക്കുക, ഒരു പുതിയ ഫീൽ തയ്യാറാക്കുക, അതിന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് നോക്കാം.